ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. വിച്ച് ഇൻഡിജേഴ്സ് ലൈ ഇൻ ബിറ്റ്വീൻ -8 ആൻഡ് -2. -8ന്റെ -2ന്റെ ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സാണ് നമുക്ക് വേണ്ടത് അല്ലേ. -8ഉം -2ന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ലൈനിൽ 0 കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടുള്ളവരാ നെഗറ്റീവ് നമ്പേഴ്സ്. 0 കഴിഞ്ഞാൽ -1 വന്നു, പിന്നെ -2, പിന്നെ ഇതിന്റെ ഇടയിലുള്ളവരെയാണ് ചോദിക്കുന്നത്. എവിടം വരെ പോകണം? -8 വരെ പോകണം അല്ലെ. -8 വരെ പോകണം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആരായിരിക്കും? -7, -6, -5, -4, -3 അല്ലെ. ഇവരൊക്കെയാണ് ഈ പറഞ്ഞ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഇൻഡിജേഴ്സ്. And which is the largest integer and the smallest integer among them? ഇതിനകത്ത് ഇപ്പൊ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ലാർജസ്റ്റ് എന്ന് പറഞ്ഞാല് റൈറ്റ് മോസ്റ്റിലുള്ള ആള് അല്ലെ. ലാർജസ്റ്റ് ഈസ് ദ റൈറ്റ് മോസ്റ്റ്. -3 ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ്. ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് -7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One button is kept at -3. In which direction and how many steps should we move it to reach -9? Also, which number we will reach if we move it 4 steps to the right of -6? അപ്പൊ എന്താണേലും നമ്മുടെ കയ്യിൽ നമ്പർ ലൈൻ ആണ്. നമ്പർ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു നമ്പർ ലൈൻ ഉണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. 1 button is kept at -3. അപ്പൊ ഒരു -3 നിൽക്കുവാണ് അല്ലെങ്കിൽ 1 button ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് -3 ആണ്. ഇവിടുന്ന് in which direction and how many steps should we move to reach -9? -9 എത്തണം. -9 എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് ഓർ ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് -3. നമുക്കറിയാതെ ലെഫ്റ്റിലായിരിക്കും അല്ലെ. കാരണം -9 എന്ന് പറയുമ്പോൾ പിന്നെ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ശരിയാണല്ലോ. അവിടെ എവിടെയോ ആണ് -9 കിടക്കുന്നത്. ഇവിടെ എത്തണമെങ്കിൽ ഹൗ മെനി ജംപ്സ്, എത്ര അങ്ങോട്ട് പോകണം? ഹൗ മെനി സ്റ്റെപ്സ് ഷുഡ് വി മൂവ് എന്നാ ചോദിക്കുന്നത്. -9 എത്തണമെങ്കിൽ ഇവിടുന്ന് -3 ഒരു മൂവ് ചെയ്യുമ്പോൾ, ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോൾ -4 പിന്നെ -5, -6, -7, -8 and then finally to -9. അപ്പൊ എത്രയായി? 1, 2, 3, 4, 5, 6 അല്ലെ. 6 സ്റ്റെപ്സ് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആലോചിച്ചാല് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. -3 -9 ഇവര് തമ്മിലുള്ള ഡിഫറൻസ്. രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ പോസിറ്റീവ്. അപ്പൊ -3 + 9 which is 6. So 6 സ്റ്റെപ്സ് നമ്മള് ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് we will reach -9 from -3. -3 6 സ്റ്റെപ്സ് മൂവ് ചെയ്യണം. Also, which number will we reach if we move it 4 steps to the right of -6 അല്ലെ. -6 ആണ് ഇനി കയ്യിലുള്ളത്. -6 നമ്മൾ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. we move 4 steps to the right. അപ്പം 1, 2, 3, 4. ഇവിടെ ആരായിരിക്കുന്നതാണ് ചോദിക്കുന്നത്. -6 കഴിഞ്ഞാൽ -5, -4, -3, -2. Or moving towards right means actually we are adding. How many steps we moved? 4 steps means we have to add 4 to -6. അപ്പൊ എത്ര വരും? അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ -2 തന്നെ കിട്ടും. So this is the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇങ്ങനെയാ. The given figure is a number line representing integers. Observe it and locate the following points. അപ്പൊ ഇങ്ങനെ കുറെ പോയിന്റ്സ് ഒക്കെ തന്നിട്ടുള്ള ഒരു നമ്പർ ലൈൻ നമുക്ക് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. If point D is positive weight അല്ലെ. ഈ D എന്ന് പറയുന്നത് പോസിറ്റീവ് വെയിറ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫിഗറിൽ തന്നിട്ടുണ്ട്. Then which point is -8? -8 എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് നോക്കണം. ഇതിപ്പോ +8 ആണ് അല്ലെ. അപ്പൊ ഇത് 7, 6 അങ്ങനെ പുറകോട്ട് പോവാണ് അല്ലെ. നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ആക്ച്വലി വി ആർ മൂവിങ് ബാക്ക്. ഇത് 8 ആണെങ്കിൽ ഇത് 7, 6, 5, 4, 3,
2 1 0. അപ്പൊ ഇതാണ് 0 പോയിന്റ്. നമുക്ക് വേണ്ടത് എവിടെയാ? -8. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് 8th 1 ആയിരിക്കും. 1 2 3 4 5 6 7 8. സോ F ആണ് -8 എന്ന് പറയുന്ന ആള്. ഓക്കെ. ഈസ് പോയിന്റ് G എ നെഗറ്റീവ് ഇൻഡിജർ ഓർ എ പോസിറ്റീവ് ഇൻഡിജർ? G എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് ദി 0 പോയിന്റ്. 0യുടെ ലെഫ്റ്റിലാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ നെഗറ്റീവ് ഇൻഡിജർ. Then write integers for points B and E. B ആരാണ്, അതുപോലെ E ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. B എന്ന് പറയുന്നത് നോക്കിയേ, to the right of 0 ആണ് അല്ലെ. സോ B is positive. 1 2 3 4. അപ്പൊ B ആരാണ്? പോസിറ്റീവ് 4 ആണ് B. B എന്ന് പറയുന്നത് പോസിറ്റീവ് 4 ആണ്. ഇതേപോലെ നമുക്ക് ആരെ കൂടി കണ്ടുപിടിക്കണം? ഇ അല്ലെ. ഇയും കൂടി ചോദിച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എത്ര പുറകോട്ട് പോകണം? 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇ എന്ന് പറയുന്നത് ആരാ? നെഗറ്റീവ് 10 അല്ലേ. 10 പ്ലേസസ് അല്ലെങ്കിൽ 10 സ്റ്റെപ്സ് ആണ് നമ്മൾ ലെഫ്റ്റിലോട്ട് പോയത്. സോ ദിസ് ഇസ് -10. Which point mark on this number line has the least value? ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഉള്ളത് ആരാണ്? ഇക്കാണ് അല്ലെ. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിലുള്ളത് ഇ ആണ്. അപ്പൊ ഏറ്റവും ചെറുത് ഇ ആണ്. അറേഞ്ച് ഓൾ പോയിന്റ്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് വാല്യൂ. ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ആരാ ഇവിടെ? അതാണ് ആദ്യം എഴുതേണ്ടത്. ഡി അല്ലേ. അപ്പൊ ഡി എഴുതി. പിന്നെയോ ഡിക്രീസിങ് ഓർഡർ. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് സി ഉണ്ട്, ബി ഉണ്ട്, എ ഉണ്ട്. ഉണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ പുറകോട്ട് പോവാണ്. D, C, B, A, then O ഉണ്ട്, H, G, F and last E. ഇങ്ങനെയായിരിക്കും അതിന്റെ ഓർഡർ വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 11th 1 നോക്കിയേ. ഇതില് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഫോളോയിങ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ടോ of 5 places in India on a particular day of the year. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. Write the temperatures of these places in the form of integers in the blank column. ആ ബ്ലാങ്ക് കോളത്തിലെല്ലാം ഇൻഡിജർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 degree Celsius below 0 degree Celsius എന്ന് പറയുമ്പോൾ ആക്ച്വലി ദിസ് ഇസ് നെഗറ്റീവ് അല്ലെ. -10 ആണ് ആൻസർ വരിക. -10 degree Celsius. 20 degree Celsius below 10. below 0 എന്ന് പറയുമ്പോൾ -20 degree Celsius. 30 degree Celsius above എന്ന് പറയുമ്പോൾ അത് +30 degree Celsius. Then 20 degree Celsius above, then it is +20 degree Celsius. 5 degree Celsius below എന്ന് പറയുമ്പോൾ -5 degree Celsius. ഇങ്ങനെയാണ് ടെമ്പറേച്ചേഴ്സ്. ഇനി following is the number line representing the temperatures in degree Celsius. Plot the name of the city against its temperature. അപ്പൊ ഈ സിറ്റി ഇവരുടെ എല്ലാം വാല്യൂ നമുക്കിപ്പോ കിട്ടിയില്ലേ. ഇതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലോട്ട് ചെയ്യണം. അപ്പൊ -10 എവിടെയാ? നമ്പർ ലൈനിൽ ഇതേ കിടക്കുന്നു. ഈ -10 എവിടെയാണ് വരുന്നത്? അത് സിയാച്ചിൻ ആണ്. സിയാച്ചിൻ ഇപ്പൊ കംപ്ലീറ്റ് ഇവിടെ എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സിയാന്ന് ഇവിടെ ഷോർട്ട് ആയിട്ട് എഴുതാം. ഇവിടെ വരുന്നത് സിയാച്ചിൻ ആണ് -10. ഇനി അടുത്ത ആള് -20 അല്ലെ. -20 എന്ന് പറയുമ്പോ എവിടെയാണത്? ഷിംലയിലാണ് ഈ -20. -20 ഇവിടെ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ. ഇത് ഷിംലയാണ് ഇത് പൊസിഷൻ. ഇനി അടുത്ത +30 അവിടെ ഏതാ? അഹമ്മദാബാദ്. +30 ഇത് ഇവിടെയുണ്ട്. +30 അവിടെ പോയിട്ട് അഹമ്മദാബാദ് എന്ന് എഴുതണം. അടുത്തത് +20 ഇത് ഈ പൊസിഷൻ. ഇവിടെ വരുന്നത് ന്യൂഡൽഹി ആണ്. +20 ന്യൂഡൽഹി. പിന്നെ -5 degree Celsius ദേ ഇവിടെയാണ് ശ്രീനഗർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് പ്ലോട്ട് ചെയ്ത് പോകേണ്ടത്. ഇനി ഇതിന്റെ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. വിച്ച് ഈസ് ദ കൂളസ്റ്റ് പ്ലേസ്? ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാന്ന് പറയണം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി പ്ലേസസ് വേർ ടെമ്പറേച്ചേഴ്സ് ആർ എബവ് 10 degree Celsius. ഇത് രണ്ടും നമുക്ക് ഇവിടുന്ന് നോക്കി എഴുതണം. അപ്പൊ ഏറ്റവും കൂളസ്റ്റ് ആരാ ഇതിനകത്ത്? ഏറ്റവും കൂളസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ വന്ന ആൾ ആരായിരുന്നു? നമ്മളിപ്പോ വരച്ചത് ഇങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ വന്നത് ഏറ്റവും ചെറിയ വാല്യൂ വന്നത് എവിടെയായിരുന്നു എന്നാ നോക്കുന്നത്. അപ്പൊ ഇത് -10 ആയിരുന്നു, ഇത് -2, ഇത് 30, ഇത് 20
ആൻഡ് -5. ഇതിൽ ഏറ്റവും ചെറുത് വന്നത് സിയാച്ചിൻ ആയിരുന്നു അല്ലെ, -10°C വന്നത് സിയാച്ചിൻ ആയിരുന്നു. അപ്പൊ അതാണ് ഏറ്റവും കൂളസ്റ്റ്. ഇനി 10°C എബവ് ഉള്ളവർ ആരൊക്കെയാണ്? ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലെ. എബവ് 10°C എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലേസസ്, അഹമ്മദാബാദും അതുപോലെ ന്യൂഡൽഹി മാത്രമേ 10°C മുകളിലോട്ട് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 12. ഡ്രോ എ നമ്പർ ലൈൻ and answer the questions. Which number will we reach if we move 4 numbers to the right of -2? 4 numbers to the right of -2. അപ്പൊ ഇവിടെ 0 ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ -1, ഇവിടെ -2. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? 4 numbers to the right, റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ്. 1 2 3 4 കണ്ടോ, റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. ഇത് 0 ആണ്, 1 2 2 സോ വിൽ റീച്ച് 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which number will we reach if we move 5 numbers to the left of 1? എവിടെയാ 1 കിടക്കുന്നത്? ഇവിടെയാണ് 1 അല്ലെ. 5 numbers to the left of 1. ഇവിടുന്ന് 5 പുറകോട്ട് പോകണം. 1 2 3 4 5 ഇവിടെ എത്തും അല്ലെ, ഇവിടെ എത്തും. ഓക്കെ, ഇത് 0 -1 -2 -3 -4 നമ്മൾ എത്തുക. ഓക്കെ, -4. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനില് നമ്മളോട് ചോദിച്ചേക്കുന്നത്, if we are at -8 on the number line, ഓൾറെഡി നമ്മൾ -8 -4 ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ 5 6 7 8 ഇതാണ് നെഗറ്റീവ് 8 ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ in which direction should we move to reach -13? -13 എവിടെയാ? ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ so we have to move towards ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം, എന്നാലേ -13 എത്തുള്ളൂ. If we are at -6 on the number line, ഇവിടെയാണ് -6 ഇരിക്കുന്നത്, ഈ പോയിന്റ്. ഇനി in which direction should we move to reach -1? -1 എന്ന് പറയുന്നത് എവിടെയാ? റൈറ്റിൽ കിടക്കുന്ന ഒരു നമ്പർ അല്ലെ, -6ന്റെ റൈറ്റിലാണ്. സോ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ യൂസിങ് നമ്പർ ലൈൻ ആണ്. സോൾവ് ദ ഫോളോയിങ് യൂസിങ് നമ്പർ ലൈൻ. -8 + 8. അപ്പോൾ ഇവിടെ നമ്മൾ -7 + 8, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. പോസിറ്റീവ് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യണം? മൂവ് റൈറ്റ്. ആഡ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അതേപോലെ ആഡിങ് നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ മൂവ് ലെഫ്റ്റ്. സബ്ട്രാക്ടിങ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് മൂവ് റൈറ്റ്. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെ ആക്ച്വലി ആഡിങ് എ പോസിറ്റീവ് നമ്പർ മീൻസ് വി ഹാവ് ടു മൂവ് റൈറ്റ് അല്ലെ. അപ്പൊ -7 ഇവിടെ ഇപ്പൊ എല്ലാ നമ്പറും കൂടി എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്നിടവിട്ടുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുള്ളൂ. അപ്പൊ -7 എന്ന് പറയുന്നത് ഇവിടെയാണ്. -7ന്ന് 8 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 8 അല്ലെ, 8 മൂവ്സ് വേണം ടുവേർഡ്സ് റൈറ്റ്. 1 2 3 4 5 6 7 8. സോ വി വിൽ റീച്ച് 1 സോ ദി ആൻസർ ഈസ് 1. ഇനി അടുത്തത് നോക്കിയോ, -9 -13. -9ലാണ് ഇപ്പൊ നിൽക്കുന്നത്. And actually we are subtracting a negative number. Subtracting negative means moving towards right. അപ്പൊ മുന്നോട്ട് 13, റൈറ്റിലോട്ട് 13 പ്ലേസ് പോകണം. 1 2 3 4 5 6 7 8 9 10 11 12 13. കണ്ടോ, നമ്മൾ 4-ലെത്തും. And that is the answer 4. അടുത്തത് adding negative. Adding negative means we have to move towards left. പുറകോട്ട് പോവാണ്. 7ന്ന് പുറകോട്ട് 10 പ്ലേസസ്. ഇതാണ് 7. ഇവിടുന്ന് 10 പ്ലേസസ് പുറകോട്ട് ലെഫ്റ്റിലോട്ട് പോകണം. 1 2 3 4 5 6 7 8 9 10. സോ വി വിൽ റീച്ച് -3. ഇതിന്റെ ആൻസർ വരുന്നത് -3 എന്നായിരിക്കും. അടുത്തത് subtracting a positive number. Subtracting positive means എങ്ങോട്ട് പോകണം? സബ്ട്രാക്ടിങ് പോസിറ്റീവ് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. 12ലാണ് ഇപ്പൊ നിൽക്കുന്നത്. 12 അവിടുന്ന് പുറകോട്ട് 7, പുറകോട്ട് ഇൻ ദ സെൻസ് ലെഫ്റ്റിലോട്ട് 7 യൂണിറ്റ്സ് പോകണം. 1 2 3 4 5 6 7. സോ വിൽ റീച്ച് 5. അപ്പൊ ഇതിന്റെ ആൻസർ 5 ആയിരിക്കും.
ഇനി 4 more than -1. മോർ എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ടാണ് പോവുക അല്ലെ. മോർ എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട്. -1 ഇതാണ് -1. അവിടുന്ന് 4 മോർ എന്ന് പറയുമ്പോൾ 1 2 3 4 എവിടെ എത്തും? 3-ലെത്തും. 4 more than -1 എന്ന് പറയുമ്പോൾ അത് 3 ആണ്. അടുത്തത് 5 less than 3. അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ? 3-ലാണ്. 5 ലെസ് എന്ന് പറയുമ്പോൾ പുറകോട്ട് അല്ലെ, ലെഫ്റ്റിലോട്ട് 5 moves. 1 2 3 4 5. We will reach -2. അപ്പൊ ഇതിന്റെ ആൻസർ -2 വരും. അടുത്തത് +7 plus minus. So adding a negative means moving left. പുറകോട്ട് പോവാണ്. 7-ൽ നിന്ന് പുറകോട്ട് പോകണം. 7 നിൽക്കുന്നു. ഇവിടുന്ന് നമ്മൾ പുറകോട്ട് 11 സ്റ്റെപ്സ് വെക്കണം. 1 2 3 4 5 6 7 8 9 10 11. സോ ഇവിടെ എത്തും. ഇത് -5 ആണ് അല്ലെ. -5 or -4 ആണ്. സോറി, ഞാൻ ഒന്നിലൂടെ എഴുതിക്കൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ. -4-ലെത്തും. സോ ദിസ് ഇസ് ആക്ച്വലി -4. ഇനി ആഡിങ് എ പോസിറ്റീവ് മീൻസ് മൂവിങ് റൈറ്റ്. ആഡിങ് എ പോസിറ്റീവ് മൂവിങ് റൈറ്റ്. മൂവിങ് റൈറ്റ്. ആൻഡ് -3-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. -13-ലാണ് നിൽക്കുന്നത്. സോ ഇവിടുന്നും പുറകോട്ടാണ്. -13 ഞാനിപ്പോ വരച്ചിട്ടില്ല, ഒന്നും കൂടി വരച്ചേക്കാം. ഇവിടുന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം അല്ലെ. -11 -12 ആൻഡ് -13. ഇവിടെ എവിടെയാണ് ഈ -13 നിൽക്കുന്നത്? അവിടുന്ന് ജമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. സോ -13 എത്ര മൂവ് ചെയ്യണം? -13-ന്ന് 10 യൂണിറ്റ്സ് മുന്നോട്ട് പോകണം. -13-ന്ന് 10 യൂണിറ്റ്സ്. 1 2 3 4 5 6 7 8 9 10. സോ ഇവിടെ എത്തിയത് -3-ലെത്തും. -3 എന്ന് പറയുന്ന പോയിന്റിലെത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് -7 പ്ലസ് +9. ആഡിങ് എ പോസിറ്റീവ് നമ്പർ മൂവിങ് റൈറ്റ്. -7-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുന്ന് 9 മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. 1 2 3 4 5 6 7 8 9. സോ നമ്മൾ 2-ൽ എത്തും. അപ്പൊ ഇതിന്റെ ആൻസർ 2 എന്ന് വരും. അടുത്തത് +10 പ്ലസ് മൈനസ്. ആഡിങ് എ നെഗറ്റീവ് നമ്പർ മൂവിങ് left. Adding a negative. Adding a negative is move towards left. അപ്പോ +10-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെയുണ്ട് +10. അവിടുന്ന് ലെഫ്റ്റിലോട്ട് 5. 1 2 3 4 5. So we will reach 5. So ഇതിന്റെ ആൻസർ 5 എന്ന് വരും. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് യൂസിങ് നമ്പർ ലൈൻ. ഇതെല്ലാം സോൾവ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ അല്ലെ. എ നെഗറ്റീവ് നമ്പർ ആൻഡ് എ പോസിറ്റീവ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കണം ആരാണ് വലുത്. ബിഗർ വൺ ഈസ് പോസിറ്റീവ് അല്ലെ. 18 ആണ് വലിയത് 13-നെക്കാട്ടിലും, ആൻഡ് ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ ദി ആൻസർ ഈസ് പോസിറ്റീവ്. വൺ ഈസ് പോസിറ്റീവ് ആൻഡ് ദി അതർ ഈസ് നെഗറ്റീവ് മീൻസ് വി ഹാവ് ടു സബ്ട്രാക്ട് smaller from the bigger. 18-ന്ന് 13 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5. സോ ദി ആൻസർ ഈസ് പോസിറ്റീവ് 5. ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -10 പ്ലസ് +19. ഇവിടെ ഇതുപോലെ തന്നെ ഒരാൾ നെഗറ്റീവ് ആണ്, ഒരാൾ പോസിറ്റീവ് ആണ്. അപ്പൊ വലുതാരാ? 19, ആൻഡ് ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ ദി ആൻസർ ഈസ് ഓൾസോ പോസിറ്റീവ്. ദെൻ സബ്ട്രാക്ട് 19 - 10 9 എന്നാണ് ആൻസർ വരിക. അടുത്തത് ഇതുപോലെ തന്നെ ദേ plus അല്ലെ. adding a positive number and a negative number. This is negative and this is positive. And bigger one here, bigger one is 250, which is negative. So the answer is also negative. Then subtract 250 minus 150. 250 വലുതിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. സോ -100 ആണ് ആൻസർ വരിക. അടുത്തത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. when adding two negative numbers the answer is always negative. Then just add these two numbers 380 and 270. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 650. so the answer is -650 എന്ന് വരും. അടുത്തത് ഇവിടെ അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. സോ ദ ആൻസർ ഈസ് നെഗറ്റീവ് ആൻഡ് ജസ്റ്റ് ആഡ് ദീസ് ടു നമ്പേഴ്സ്. സോ ദിസ് ഇസ് 370, നെഗറ്റീവ് 370. ഇനി അടുത്തത് ആക്ച്വലി സബ്ട്രാക്ഷൻ ആണ്. ഈ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഇത് ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സബ്ട്രാക്ഷൻ അല്ലെ. 35 - 20 വി നോ ഇറ്റ് ഈസ് 15. ഈസി ആണ്. അടുത്തത് വരുമ്പോൾ കണ്ടോ
വലിയ നമ്പർ ചെറിയ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പൊ കൺഫ്യൂഷൻ മാറാൻ നമുക്ക് ഈ ഒരു നെഗറ്റീവ് കണ്ടാൽ അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് പ്ലസ് മൈനസ് അടുപ്പിച്ചടുപ്പിച്ച് എഴുതും. അതുപോലെ 2 നെഗറ്റീവ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ ഒരു നെഗറ്റീവ് കിടക്കുന്നതാ പ്രശ്നം. അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് മൈനസ് ആക്കി. ഇത് കണ്ടോ, ആക്ച്വലി ഇപ്പൊ എന്തായി, ദിസ് ബിക്കെയിം ആൻ അഡീഷൻ, ആഡിങ് എ പോസിറ്റീവ് നമ്പർ. അതെ, 72 പോസിറ്റീവ് ആയിട്ടും അടുത്ത നെഗറ്റീവ് 90. കണ്ടോ, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ബിഗർ 190 ആണ് അല്ലെ. അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എന്ന് എഴുതി. ഇനി 90 ആൻഡ് 72 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18. സോ നെഗറ്റീവ് 18 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് ഇങ്ങനെ വന്നപ്പോ 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ എന്ത് ചെയ്യണം? 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് പ്ലസ് 18 ആയി. കണ്ടോ, ഇപ്പൊ എന്താ സംഭവം? ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്യാണ്. ആൻഡ് ബിഗർ 18 പോസിറ്റീവ് ആണ്, അപ്പൊ ആൻസർ പോസിറ്റീവ്. ബിഗർ മൈനസ് സ്മോളർ 18 മൈനസ് 15 ഈസ് 3. സോ പ്ലസ് 3 ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഇതുപോലെ -20 -13 എന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും കുട്ടികൾക്ക്. അതിനെന്ത് ചെയ്യുന്നു? ഈ നടുക്ക് കിടക്കുന്ന മൈനസിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കാം. മൈനസ് എന്നുള്ളത് പ്ലസ് മൈനസ് എന്ന് അടുപ്പിച്ചെഴുതിക്കോ. പ്ലസ് മൈനസ് ഒന്നിച്ചു വന്നാൽ നമുക്കറിയാം, പ്ലസ് മൈനസ് ഒന്നിച്ചു വന്നാൽ ദാറ്റ് ഇസ് ആക്ച്വലി നെഗറ്റീവ്. അപ്പോ ഇത് കണ്ടോ, പ്ലസ് മൈനസ് ഒന്നിച്ചാക്കി അതിനെ. അപ്പൊ കുഴപ്പമില്ല. ഇനി നോക്കിയേ, ഇതെന്താ ശരിക്കും പറഞ്ഞാൽ ആഡിങ് ടു നെഗറ്റീവ് നമ്പേഴ്സ്, ദി ആൻസർ ഇസ് നെഗറ്റീവ്. ജസ്റ്റ് ആഡ് ദീസ് നമ്പേഴ്സ് 20 and 13, we will get 33. സോ നെഗറ്റീവ് 33 ആണ് ആൻസർ വരിക. അടുത്തത് കണ്ടോ, 2 നെഗറ്റീവ് അടുത്തടുത്തിരിക്കുകയാണ്. 2 നെഗറ്റീവ് അടുത്തടുത്തിരുന്നാൽ അത് പോസിറ്റീവ് ആവും. അപ്പൊ ഇങ്ങനെ വരും. ഇത് ആൻസർ 35. അടുത്ത ക്വസ്റ്റ്യനില് കുറച്ചധികം നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, 2 നെഗറ്റീവ് നമ്പേഴ്സ് അല്ല ആദ്യം കിടക്കുന്നത്. അത് രണ്ടും നമുക്ക് ആദ്യം അങ്ങ് ആഡ് ചെയ്യാം. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അത് ആൻസർ നെഗറ്റീവ് തന്നെ. ജസ്റ്റ് ആഡ് ദീസ് 2 നമ്പേഴ്സ്. 7ഉം 9ഉം ആഡ് ചെയ്താൽ 16. സോ നെഗറ്റീവ് 16 പ്ലസ്, ബാക്കിയുള്ളവരെ ഞാൻ അങ്ങനെ തന്നെ എഴുതട്ടെ. അപ്പോ 4 + 16. ഇവിടെ എന്താ സംഭവം? ഒരു നെഗറ്റീവ് 16ഉം ഉണ്ട്, ഒരു പോസിറ്റീവ് 16ഉം ഉണ്ട്. ക്യാൻസൽ ആയില്ലേ? ബാക്കി ആരേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. സോ ആൻസർ 4 എന്ന് വരും. അടുത്തതോ, അടുത്തതിനകത്തും ഒരാൾ മാത്രം പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ആ നെഗറ്റീവ് ഒക്കെ അങ്ങ് ആദ്യം ആഡ് ചെയ്യാം. 37 പ്ലസ്, ഇനി ഇതെല്ലാം നെഗറ്റീവാ, അപ്പൊ അതിനെല്ലാം ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വന്നു. ഇനി 8 + 2 10, 10 + 65 75. സോ നെഗറ്റീവ് 75 ആണ്. ഇവിടെ ഇപ്പൊ ഒരു പോസിറ്റീവ് നമ്പർ ആയത്, അതിന്റെ കൂടെ ഒരു നെഗറ്റീവ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്. ബിഗർ 1 നെഗറ്റീവ് അല്ലേ, അപ്പൊ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. ഇനി 75 ന്ന് 37 സബ്ട്രാക്ട് ചെയ്യാം. 7ഉം 8ഉം അല്ലെ, ഇവിടെ 8 വരും, പിന്നെ 38. അപ്പൊ നെഗറ്റീവ് 38 എന്നാണ് ആൻസർ വരിക. അടുത്തതിനകത്ത് ഇതുപോലെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടി ക്ലബ് ചെയ്താ വന്നേക്കുന്നത്. ഇവിടെ ആക്ച്വലി 2 നെഗറ്റീവ് അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് അത് പോസിറ്റീവ് എന്ന് എഴുതാം. അപ്പൊ ആദ്യം ഈ ആൻസർ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. -7 എന്ന് ഞാൻ ആദ്യമേ ഈ -7 എഴുതി. ഈ -8 എന്നുള്ളതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് എഴുതാം? +-8 എന്ന് എഴുതാം അല്ലെ, കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട്. +-8 എന്നായി. ഇനി അടുത്തത് നോക്കിയേ, 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നത് പ്ലസ് ആണ് അല്ലെ, അപ്പൊ +25. കണ്ടോ, ഇപ്പൊ നമ്മൾ അതിനെ മാറ്റിയെടുത്തു, നമുക്ക് പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി. ഇത് കണ്ടോ, ആദ്യം കിടക്കുന്നത് 2 നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡീഷനാ. അപ്പൊ അത് -15 + 25. ഇപ്പൊ എന്തായി? ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോ ബിഗർ 1 പോസിറ്റീവ്, സോ ദി ആൻസർ ഈസ് ഓൾസോ പോസിറ്റീവ്. ദെൻ ജസ്റ്റ് സബ്ട്രാക്ട് 25 ന്ന് 15 പോയാൽ ബാക്കി 10. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. ഇവിടെ ഇതുപോലെ കുറെ ഇത് കണ്ടു, നെഗറ്റീവ് ഒക്കെ കിടക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ആദ്യം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. -13 എഴുതി, +32. ഇനി ഈ മൈനസ് ഇല്ല, ഈ മൈനസിനെ മാറ്റിയിട്ട് ഞാൻ +- എന്നാക്കി. ഓക്കെ, പിന്നത്തെ ഈ മൈനസ് മാറ്റിയിട്ട് ഞാൻ +-1 ആക്കുക. അപ്പൊ എന്തായി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാലോ. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആ കിടക്കുന്നത്. -13 അവിടെ കിടക്കട്ടെ, +32 ഉണ്ട്. 2 നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെ, ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് 2 നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ ആൻസർ -8 + 1 9 ഇങ്ങനെ കിട്ടി.
ഇനി എളുപ്പത്തിന് ഞാൻ ഈ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ കിടക്കുന്നില്ലേ, ഇവര് രണ്ടുപേരെ ആഡ് ചെയ്യുവാണ്. അപ്പൊ എന്താവും? -13 പ്ലസ് -9 -22 എന്ന് വന്നു അല്ലെ. അതിന്റെ കൂട്ടത്തില് 32, ഈ നടുക്ക് കിടക്കുന്ന 32 പ്ലസ് 32 എഴുതി. ഇപ്പൊ എന്തായി? ആഡിങ് എ നെഗറ്റീവ് നമ്പർ വിത്ത് എ പോസിറ്റീവ് നമ്പർ. ബിഗർ വൺ ആരാ? 32 is positive, so answer is positive. Then just the subtraction അല്ലെ. 32 എന്ന് 22 പോയാൽ ബാക്കി 10, so +10 ആണ് ആൻസർ വരുന്നത്. ഇനി the sum of two integers is -92. If one of them is 32, find the other integer. നമ്മൾ എന്തായാലും ഓൾജിബ്ര പഠിച്ചിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ അല്ലെ. 1 of the integer 32 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തു അല്ലെ. സം ഓഫ് ടു ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോ എനിക്ക് എന്താ കിട്ടിയത്? -92. അപ്പൊ എനിക്ക് എക്സ് കിട്ടണം. എക്സ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ +32 അങ്ങോട്ട് കൊണ്ടുപോകണം. പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് -92. ഓൾറെഡി ഇവിടെ ഉണ്ട് -92. പിന്നെ ഈ +32 അങ്ങോട്ട് പോകുമ്പോൾ -32. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ മൈനസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് മൈനസ് ആക്കി. ഇപ്പൊ എന്തായി? ആഡിങ് ടു നെഗറ്റീവ് നമ്പേഴ്സ്. സോ മൈനസ് എന്ത് വരും? രണ്ടും കൂടി ചുമ്മാ ആഡ് ചെയ്യുക. 4 1. അപ്പൊ 1 2 4 -124. അതിന്റെ കൂട്ടത്തിൽ 32 ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നമ്പർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ഓഫ് ടു ഇന്റീജേഴ്സ് ഈസ് -395. അപ്പൊ ഏതോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. എന്നിട്ടോ വൺ ഓഫ് ദം -95. അപ്പൊ ഒരാളുടെ -95 ആണ്. അതിന്റെ കൂടെ ഒരാൾ എക്സ് ആഡ് ചെയ്തപ്പോ എനിക്ക് -395 കിട്ടി. അപ്പൊ ആ എക്സ് ആരാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എക്സ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ -95 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. നെഗറ്റീവിനെ നമ്മൾ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് ആവും. സോ +95. സോ ആക്ച്വലി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന? ഒരു നെഗറ്റീവ് നമ്പർ അല്ലെ, ആദ്യം കിടക്കുന്നയാള് നെഗറ്റീവാ. ഈ നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോ വലിയത് ആരാന്ന് നോക്കുക. വലുത് നെഗറ്റീവാ. സോ ആൻസർ നെഗറ്റീവ്. ഇനി 395 95 സബ്ട്രാക്ട് ചെയ്താ 300. സോ -300 ആണ് ആ നമ്പർ. അടുത്തത് നോക്കിയേ. അരവിന്ദ് deposited this much amount in his bank account. He withdrew this much the very next day. What is the remaining balance? അപ്പൊ ആദ്യം ഇത്രയുണ്ടായിരുന്നു, ഇതിൽ നിന്ന് ഇത്രയും എടുത്തു. എന്ത് ചെയ്യണം? 42650 നിന്ന് 25160 സബ്ട്രാക്ട് ചെയ്യുമ്പോ എന്താണോ കിട്ടുക അതാണ് ആൻസർ വരിക അല്ലെ. ഇനി ഇവിടെ 4, ഇവിടെ 7, ഇവിടെ 1. ഇതായിരിക്കും. this much amount will be left in his bank account. ഓക്കെ, ഇത് ചെക്ക് ചെയ്യാൻ അറിയാലോ. ഇവിടുന്ന് അങ്ങോട്ട് ആഡ് ചെയ്തു പോവാ. എങ്ങനെ ആഡ് ചെയ്യാ? അതായത് നമുക്ക് കിട്ടിയ ആൻസർ ചെക്ക് ചെയ്യണം എപ്പോഴും. അപ്പോ നോക്കിയേ, ഇവിടെ 0 + 0 0, പിന്നെ 9 + 6 15, ബാക്കി 1 ഉണ്ടാവും. 1 ഇവിടെ വരുമ്പോ ഇത് 6 ആവും. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 12, ബാക്കി 1 ഉണ്ട് ആഡ് ചെയ്യുമ്പോൾ 4. അങ്ങനെ എപ്പോഴും തിരിച്ചൊന്ന് എന്താ പറയാ ചെക്ക് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ കേട്ടോ. അടുത്ത നോക്കിയാ, ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെ. ഇങ്ങനെ രണ്ട് വര കണ്ട എന്താ? ആബ്സല്യൂട്ട് വാല്യൂ. ആബ്സല്യൂട്ട് വാല്യൂവിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് നമ്പർ ഇട്ടാലും ഫൈനലി ഇറ്റ് വിൽ ബി പോസിറ്റീവ്. അതാണ് ആബ്സല്യൂട്ട് വാല്യൂ. ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ 0 പോയിന്റ്. അപ്പം അത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ളൂ. ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആൾ ആരാന്ന് നോക്കിയേ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാ വരുന്നത്, -5 - 8 അല്ലെ. ഈ 5 - 8 എന്താ? 5 - 8 എന്ന് പറഞ്ഞാൽ 5 + -8 ദാറ്റ് ഈസ് -3. അപ്പൊ ഈ ആബ്സല്യൂട്ട് വാല്യൂന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇവിടെ കിടപ്പുണ്ട്, അതിട്ടു. എന്നിട്ട് ഇതാരാ? ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ളയാള് -3. എന്തൊക്കെ ഉണ്ടായാലും കാര്യമില്ല, ആബ്സല്യൂട്ട് വാല്യൂവിന്റെ അകത്തുള്ള ആള് പുറത്തോട്ട് വന്നാൽ വെറുതെ പോസിറ്റീവായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. സോ 3 ആയിട്ട് വന്നു. ഇനി ഇതെന്ത് വരും? 18 - 8 എന്ന് പറഞ്ഞാൽ 10. സോ ഇറ്റ് ഈസ് 10 itself. ഓക്കെ, ആ സൈൻ ഇടേണ്ട ആവശ്യമില്ല. ആബ്സല്യൂട്ട് വാല്യൂ അങ്ങ് സൈൻ അങ്ങ് മാറ്റി. ഇത് ശ്രദ്ധിക്കണം, ഇവിടെ നെഗറ്റീവ് ആബ്സല്യൂട്ട് വാല്യൂവിന്റെ പുറത്ത് ഒരാളെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ അകത്തോ -12 + 7. അപ്പൊ -12 + 7 ആരാന്ന് ആദ്യം ആലോചിക്കാം. അതാരാ? -5 അല്ലേ. അപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ ഒരു -5 ആ കിടക്കുന്നത്. -5ന്റെ ആബ്സല്യൂട്ട് വാല്യൂ ഈസ് 5. ബട്ട് ഈ പുറത്ത് കിടക്കുന്ന നെഗറ്റീവ് കളയാൻ പറ്റില്ല.
അത് ആബ്സല്യൂട്ട് വാല്യൂവിന്റെ പുറത്താണ്. അപ്പൊ ആൻസർ -5 തന്നെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ നെഗറ്റീവ് സൈൻ ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? ആബ്സല്യൂട്ട് വാല്യൂവിന്റെ പുറത്തായി നെഗറ്റീവ് കിടക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അത് വരില്ല. ആബ്സല്യൂട്ട് വാല്യൂവിന്റെ ഉള്ളിലാണ് നെഗറ്റീവ് എങ്കിൽ അത് ആൻസറിലോട്ട് വരില്ലായിരുന്നു. അടുത്ത നോക്കിക്കേ, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -8 ആണ്. പിന്നെ ഒരു മൈനസ് ഇവിടെ തന്നിട്ടുണ്ട്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -8 ഈസ് അഗൈൻ 8. സോ ഇറ്റ് ഈസ് 0 എന്ന് വരും. അടുത്തത് ഇതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ് ഒക്കെ നമുക്ക് കളയാം. പക്ഷേ ആബ്സല്യൂട്ട് വാല്യൂന്റെ ഉള്ളിൽ എന്തോരം നെഗറ്റീവ് വന്നിട്ടും കാര്യമില്ല, അത് ഫൈനലി പോസിറ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ളയാള് പോസിറ്റീവാ 291. പക്ഷെ ഈ പുറത്ത് കിടക്കുന്ന നെഗറ്റീവ് സൈൻ ഇല്ലേ, അത് അങ്ങനെ തന്നെ അപ്പുറത്തോട്ട് വരും അല്ലെ. ഈ പുറത്ത് കിടക്കുന്ന നെഗറ്റീവ് സൈൻ ആണ് ഇങ്ങോട്ട് വരിക. അപ്പൊ -291 എന്നാണ് ആൻസർ വരിക.